അതിന്റെ നമുക്ക് വിമുഖെല്ലാം കാണിച്ച് ഇന്നത്തെ യാത്ര നമ്മളിപ്പോൾ ധർമ്മശാലയിൽ നിന്ന് തുടങ്ങുന്നു. ഇതാ കീർത്തന ബസ്. ധർമ്മശാലയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയാം, ഇവിടുത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു ആൾക്കാരില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇവിടെ കേന്ദ്രീയ വിദ്യാലയം, പിന്നെ നിഫ്റ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഇത് ഉടുപ്പി ഹോട്ടൽ, ഒഫൻഡി, കാപ്പി ചായ്, അങ്ങനെ കുറെ ഇതാ മേൽപ്പാലം. ഇതിപ്പോ പുതിയ മേൽപ്പാലം വരുന്നതാണ്, ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മേൽപ്പാലാണ്. ധർമ്മശാല അങ്ങ് വികസിച്ചു പോയി. ഒരു 5 കൊല്ലം മുമ്പ് ധർമ്മശാല ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതാ ആ കാണുന്ന പോലീസ് ക്യാമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കേന്ദ്രീയ വിദ്യാലയം, കെൽട്രോൺ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, നിഫ്റ്റി എഞ്ചിനീയറിംഗ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന വഴി എല്ലാം ആയിരുന്നു. ഇപ്പോൾ എല്ലാം അങ്ങ് വികസിച്ചു. ഇപ്പോൾ ഇവിടെ ഈ ബിസിനസ് കുറേ ഷോപ്പുകളെല്ലാം വന്നു. ഇത് നമ്മുടെ ഇതാണ് പോലീസ് ക്യാമ്പിലെ ഗ്രൗണ്ടാണ്. സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയവും ഗ്രൗണ്ടും എല്ലാം ആയിട്ടുള്ളത്. നമ്മൾ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇവിടുന്ന് ടേൺ ചെയ്യുന്നത്. ധർമ്മശാല കഴിഞ്ഞാൽ പിന്നെ തളിപ്പറമ്പ് ടൗണിലേക്ക് പോകാതെ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് കീഴാറ്റൂരേക്ക് നമ്മളെ ഹൈവേ അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് പോകും. അതിന്റെ വർക്കുകൾ നടക്കുന്ന ഏരിയ ആണ് ഇത്. വർക്ക് പ്രോഗ്രസ്. അടിയുള്ള മണ്ണെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തളിപ്പറമ്പ് ടൗണിലേക്ക് കയറി ചെയ്യുന്നത്. ഇതാണ് ക്ഷേത്രങ്ങളുണ്ട്. തളിപ്പറമ്പ് ടൗൺ. നാഷണൽ ഇലക്ട്രോണിക്സ്, തളിപ്പറമ്പിലെ മെയിൻ ഇലക്ട്രോണിക്സ് സ്ഥാപനം നാഷണൽ ഇലക്ട്രോണിക്സ്. ലോലിനോ തളിപ്പറമ്പിലെ ഐസ്ക്രീം. ജയ ഫാഷൻ. ഇതാണ് നമ്മളെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്. പുതിയ ബസ് സ്റ്റോപ്പിന്റെ പണികൾ നടക്കുന്നുണ്ട്. ഇത് തളിപ്പറമ്പില് ഗുഡ്സ് സ്റ്റാൻഡ്. ഷോപ്രിക്സ് ഷോപ്പിംഗ് മാള്, സെഞ്ചുറി ഫാഷൻ സിറ്റി. നേരെ പോയി നമ്മൾ നേരെ കാണുന്നത് ലൂർദ് ഹോസ്പിറ്റലിലെ ബിൽഡിംഗ് ഉണ്ട്. ഭയങ്കര മുനിസിപ്പാലിറ്റിന്റെ ക്ലീനിങ് വർക്കെല്ലാം നടക്കുന്നുണ്ട്. അതാ കാണുന്ന ബിൽഡിംഗ് ആണ് ലൂർദ് ഹോസ്പിറ്റൽ. ആരെങ്കിൽ തിയേറ്റർ. ലൂർദ് ഹോസ്പിറ്റൽ, പുരാതനമായ ലൂർദ് ഹോസ്പിറ്റൽ, തളിപ്പറമ്പ് ടൗണിന്റെ ഇത് ചരിത്രം കാലഘട്ടം മുതലുള്ള ലൂർദ് ഹോസ്പിറ്റൽ. ഹോട്ടൽ ഒറിസോൺ ആണ് ഇത്. നമ്മളെ ചെമ്പരത്തി മല ശിങ്കാരി AC ബാറല്ലുള്ളത്. KFC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പില്. KFC. ഹാപ്പിനെസ് സ്ക്വയർ പുതിയ ഹാപ്പിനെസ് സ്ക്വയർ പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇതാണ് ചിറവക്ക്. ഇത് പുതിയൊരു മാളാണ്. ലൂയിസ് ഫിലിപ്പ് അതെല്ലാം ഉണ്ട്. ഡ്രീം മാൾ തളിപ്പറമ്പ് പുതിയ മാളാണ്. നമ്മളെ കുപ്പംപാലം, തളിപ്പറമ്പ് കഴിഞ്ഞാല് കാസർഗോഡേക്ക് പോകുമ്പോൾ കുപ്പംപാലം നമ്മളെ കുപ്പം ജംഗ്ഷനാണ്. കുപ്പം ജംഗ്ഷനിൽ ഇതാ പുതിയ ഹൈവേന്റെ പണിയെല്ലാം നടക്കുന്നതാണ്. അതാ ഇത് നമ്മളെ ബ്രിഡ്ജ്, ഹൈവേന്റെ പാലങ്ങളുടെ പണിയെല്ലാം നടക്കുന്നുണ്ട്. അത് നമ്മളെ തളിപ്പറമ്പെന്ന് നമ്മളെ പരിയാരത്തേക്ക് പോകുമ്പോൾ ചുടല വളവ്. ഇത് നമ്മളെ നേരെ ഇത് ഇങ്ങോട്ടേക്ക് പരിയാരത്തേക്കുള്ള റോഡ്. ഇത് മാധവമംഗലം നേരെ മാധവമംഗലത്തേക്ക് വന്നത്. നമ്മളിപ്പോ പോകുന്നത് മറ്റേ കാരക്കുണ്ട് വാട്ടർഫാൾസ് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇതാണ് നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കേണ്ട ഒരു ഏരിയ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇതാ നിങ്ങൾ ഈ ചുടല വളവ് മാധവമംഗലം റോഡിലേക്ക് കയറുമ്പോൾ ഇതാ കസിൻസ് ഈ പള്ളി കഴിഞ്ഞാണ് കസിൻസ് നെസ്റ്റ് കഫേ. ഇവിടെയാണ് വൈകുന്നേരം രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാവും. ദോശ, നല്ല തട്ടിൽ കൂട്ടിയ ദോശയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കനും, സാമ്പാർ, ചട്നി, ഉഴുന്നുവട, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നല്ല ടേസ്റ്റാ ദോശ ഇവിടുത്തെ. നമ്മളിത് ഇപ്പോ മാധവമംഗലം റോഡിൽ കയറിയിട്ടാകുമ്പോ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡാണ്. റോഡ് ഇവിടുന്ന് തിരിക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു.
ആ തിരിക്കേണ്ടതല്ല വളയേണ്ടത്. അതായത് ഈടുന്ന റോഡ് വളയേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ടേണിങ് കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത് ഇതായത് നമ്മളാണ് ഇപ്പൊ അതല്ല അപ്പുറം ഈ പരിയാര സർവീസ് പറഞ്ഞ ബാങ്കിന്റെ ശാഖയുണ്ട്. ഈ ശാഖയെന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ചായപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വലതുവശത്തേക്ക് ഒരു റോഡുണ്ട്. ഇതാ ആ റോഡിൽ പോയാൽ നമുക്ക് കരക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് എത്താം. അതാ ആ റോഡ് ഇതാ ഇത് ലോറി കഴിഞ്ഞിട്ടാകുമ്പോൾ വലത്തോട്ടേക്കുള്ള MM നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വാദീം. അയ്യോ ചൂടല്ല അളിപ്പറമ്പ് സ്ഥലം കാണിക്കാം. ഇത് നമ്മളെ ഇതാ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോഴുള്ള ഓപ്പൺ ഏരിയ ആണ്. നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിലെല്ലാം കൃഷി തെങ്ങ് വെക്കുന്നുണ്ട്. തെങ്ങ് ഇത് ഭാവിയിലേക്ക് തെങ്ങ് കൃഷി മതിലും വെച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ കാരക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് എത്തി. വാഹനങ്ങളിൽ അത്യാവശ്യം ഈ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെക്കാം. നിന്നെ കാണാൻ വേണ്ടി വന്നിയാമോ? അത് നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് നമ്മളെ വെള്ളച്ചാട്ടത്തിലെ കാരക്കുണ്ടിലെല്ലാം കഴിഞ്ഞ് ഇതിപ്പോ നമ്മളെ അഗ്രശാല സപ്തശാലയിലേക്ക് പോയിരുന്നു. സപ്തശാല എന്ന് പറഞ്ഞാൽ എന്തെല്ലാന്ന് വെച്ചാൽ ഒന്ന് ഭക്ഷണശാല, പിന്നെ ഒന്ന് പശുശാല, പിന്നെ പശുശാല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പിന്നെ അടുത്തത് ഗോശാല, പശുശാല അല്ല ഗോശാല, പിന്നെ സത്രശാല. അപ്പൊ 3 എണ്ണായി. വേറെ പിന്നെ അങ്ങനെ 7 ശാലകളുണ്ട്. അതായത് ക്ഷീരശാല അതെല്ലാം അങ്ങനെ. അപ്പൊ ആ ശാലയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഭവാനി സർവശാലയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ബോർഡ് ഭവാനി. എന്താ ഇവിടെ കറാട്ടെ ക്ലാസ് എല്ലാം ഉണ്ട്. കറാട്ടെ ഭവാനി സർവശാല. Your destination is on the left. സർവശാലന്റെ ഉള്ളിൽ പോയിട്ട് കഴിക്കണം കേട്ടോ. തുറന്നിട്ടേ ഇതാ നമ്മള് മീൽസ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെ നല്ല മീൽസ് കിട്ടും. ഇവിടെ ഇതാ ഗായ്സ്, ഇതാ ഈ വളവില് ഒരു വീടിന്റെ മുകളില് വീട് അല്ല. ആ വീടിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല ഗായ്സ്. ബിരിയാണി ഇരിക്കുന്ന ജബ്ബുംബ ബിരിയാണി.